ഒന്നിനെ വിടാനും മറ്റൊന്നിനെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സംയോഗ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ശരി. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ചെയ്യുന്ന കാര്യത്തിലേക്ക് ആരെ കൊണ്ടുവരണം? മനസ്സിനെ കൊണ്ടുവരണം. ആ മനസ്സിനെ കൊണ്ടുവരലാണ് ഏറ്റവും പ്രയാസം. കാരണം നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ബോധത്തോടു കൂടിയിട്ടല്ല, അബോധത്തോടു കൂടിയിട്ടാണ്. അബോധം എന്ന് പറഞ്ഞാൽ ബോധമില്ലാതെ നല്ല അർത്ഥം. ചെയ്യുന്ന കാര്യങ്ങൾ ആ സമയത്ത് ശ്രദ്ധ ചെയ്യില്ല. പിന്നെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്, ബോധം വരുന്നത്. അപ്പോഴേക്കും പറയേണ്ടതെല്ലാം പറഞ്ഞോ, ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. അതാണ് നിങ്ങൾക്ക് കുറ്റബോധം വരുന്നത്, ഗിൽറ്റി കോൺഷ്യസ്നെസ്. അബോധത്തിൽ ചെയ്യുന്ന കാര്യത്തിലേ കുറ്റബോധം വരുള്ളൂ. ബോധപൂർവം ചെയ്യുന്നതിൽ ഒരിക്കലും നിങ്ങൾക്ക് കുറ്റബോധം വരില്ല. ഏത് കാര്യം ബോധപൂർവം ചെയ്യുന്നുണ്ടോ അതിലൊരിക്കലും കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ടൊരു പാപം എന്നുള്ള വാക്കിന് ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് അബോധത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് പാപം. ബോധപൂർവം നിങ്ങൾ ചെയ്യുന്നതിൽ ഒരിക്കലും പാപമില്ല. കൃഷ്ണൻ തന്നെ പറയണു, ന പാപം അവാപ്സ്യസി സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധ്വായ യുജ്യസ്വ ന ഏവം പാപം അവാപ്സ്യസി. പാപം നിന്നെ സ്പർശിക്കില്ല അർജുന, നിനക്കൊരു ദോഷവും വരില്ല. പക്ഷെ ദോഷം വരാതിരിക്കണമെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആര് വരണം? ശ്രദ്ധ വരണം, മനസ്സ് വരണം. ഇത് നിങ്ങൾ മറക്കരുത്. ലീവ് മൈൻഡ്ഫുള്ളി, മനസ്സ് വെച്ച്, മൈൻഡ്ഫുള്ളി, മനസ്സ് വെച്ച് ജീവിക്കുക. എന്തു ചെയ്യുമ്പോഴും മനസ്സ് വയ്ക്കുക. സംസാരിക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും. കംസനെ കുറിച്ച് പറയും, ആസീന സംവിശൻ തിഷ്ടൻ പുഞ്ചാന പര്യടൻ മഹിം ചിന്തയാനോ ഹൃഷീകേശം അപശ്യൽ തന്മയം ജഗത്. കംസൻ 8ാമത്തെ ഗർഭം തന്നെ വധിക്കും എന്ന് അശരീരി കേട്ടതിന് ശേഷം ആസീന സംവിശൻ തിഷ്ടൻ പുഞ്ചാന പര്യടൻ, എന്ത് ചെയ്യുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ചിന്തയൻ ഹൃഷീകേശം. മനസ്സിലായില്ലേ? അപശ്യം ജഗത്, ജഗത്തിനെ കുറിച്ച് മറന്നുപോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നു എന്നർത്ഥം. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചിന്ത വരാൻ തുടങ്ങി. നോക്കൂ, അതോടുകൂടിയിട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് കൂടുതൽ 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 ഭഗവാനിലേക്ക് അടുത്തു എന്നാണ്. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ മനസ്സ് വരുന്തോറും ഭഗവാനിലേക്ക് മനസ്സ് അടുക്കും. മനസ്സിനെ ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ എന്താ വഴി ചോദിച്ചു കഴിഞ്ഞാൽ ബോധപൂർവം മനസ്സ് വെച്ചുകൊണ്ട് ജീവിക്കുകയാണ്. രാമ അയനം, അയനം എന്ന് പറഞ്ഞാൽ വഴി അല്ലെങ്കിൽ യാത്ര. രാമ എന്ന് പറഞ്ഞാൽ മനസ്സ്, മനസ്സ് വെച്ച് യാത്ര ചെയ്യുക. അതാണ് രാമായണം. 3 കിലോ. കീപ് യുവർ മൈൻഡ്, മനസ്സ് വെച്ച് യാത്ര ചെയ്യുക, മനസ്സോടുകൂടി യാത്ര ചെയ്യുക, ബോധപൂർവം യാത്ര ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ മനസ്സ് വരുന്തോറും ഭഗവാനിലേക്ക് മനസ്സ് അടുക്കും. മനസ്സിനെ ഭഗവാനിലേക്ക് അടുപ്പിക്കാൻ എന്താ വഴി ചോദിച്ചു കഴിഞ്ഞാൽ ബോധപൂർവം മനസ്സ് വെച്ചുകൊണ്ട് ജീവിക്കുകയാണ്. രാമ അയനം, അയനം എന്ന് പറഞ്ഞാൽ വഴി അല്ലെങ്കിൽ യാത്ര. രാമ എന്ന് പറഞ്ഞാൽ മനസ്സ്, മനസ്സ് വെച്ച് യാത്ര ചെയ്യുക. അതാണ് രാമായണം. 3 കിലോ. കീപ് യുവർ മൈൻഡ്, മനസ്സ് വെച്ച് യാത്ര ചെയ്യുക, മനസ്സോടുകൂടി യാത്ര ചെയ്യുക, ബോധപൂർവം യാത്ര ചെയ്യുക. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ലീവ് മൈൻഡ്ഫുള്ളി, മൈൻഡ്ഫുൾനെസ്. അത് നമ്മളിങ്ങനെ ഒരു 10 മിനിറ്റ് നിങ്ങൾ ധ്യാനം ചെയ്യുമ്പോഴും മനസ്സ് വയ്ക്കുക. നിങ്ങൾ ഇരിക്കുന്നിടത്ത് മനസ്സ് വയ്ക്കുക. ഇപ്പൊ വേർ യു കീപ് മൈൻഡ്, അതിലിങ്ങനെ മനസ്സ് വയ്ക്കും തോറും പിന്നെ നിങ്ങൾക്ക് ഏത് പ്രവൃത്തിയിലും മനസ്സിനെ കൊണ്ടുവരാൻ എളുപ്പം സാധിക്കും. അതാണ് ഈ ധ്യാനത്തിന്റെ പ്രത്യേകത. എന്താ വെച്ചാൽ ധ്യാനം എന്നത് മനസ്സിനെ കൊണ്ടുവരാൻ സഹായിക്കുന്നു. മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് ഏത്? ധ്യാനം. ഇപ്പൊ ധ്യാനത്തിൽ എന്താ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ബോധപൂർവം ഇരിക്കുക, പരിശീലിക്കുക, മനസ്സ് വെച്ചിരിക്കുക. നിങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ ബോധപൂർവം ഇരിക്കുന്നു എന്നുള്ളൊരു ബോധത്തിലിരിക്കുക. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല അതില്. മനസ്സിലാവുണ്ടോ? പരിശീലിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ക്രമേണ ഒരു പരിവർത്തനം വരുമ്പോൾ നമ്മൾ രാമായണത്തിന്റെ കാതലിലേക്ക് കടന്നു. നിങ്ങൾ രാമതത്വം മനസ്സിലാക്കി. രാമതത്വം എന്ന് പറഞ്ഞാൽ രാമതത്വം, ആ വാക്ക് ശ്രദ്ധിക്കണേ.
ബോധമില്ലാത്ത മനസ്സോടുകൂടി യാത്ര ചെയ്യുന്നത് രാമകഥയും, ബോധമുള്ള മനസ്സോടുകൂടി യാത്ര ചെയ്യുന്നത് രാമതത്വവുമാണ്. അപ്പൊ നിങ്ങൾ എത്രത്തോളം ബോധത്തോടുകൂടി യാത്ര ചെയ്യുന്നുണ്ടോ, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ രാമതത്വത്തിലാണ്. രാമ എന്ന് പറഞ്ഞാൽ മൈൻഡ്, തത്വം, അതിന്റെ എസൻസ്. ദശരഥൻ എന്ന കഥാപാത്രത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പേര് തന്നെ വളരെ ചിന്തനീയമാണ്. ദശരഥൻ. ജഗത്ത് എന്ന പ്രപഞ്ചത്തിന് വിളിക്കുമ്പോൾ ഈ ജഗത്ത് എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ഈ ജഗത്ത്, വാട്ട് ഈസ് ദിസ് ജഗത്ത്, വാട്ട് ഈസ് ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇംഗ്ലീഷിൽ അതിന് വേൾഡ് എന്ന് പറയാൻ പറ്റുമായിരിക്കാം, യൂണിവേഴ്സ് എന്ന് പറയാൻ പറ്റും. വാട്ട് യു പെർസീവ് ഈസ് യൂണിവേഴ്സ്, വാട്ട് യു സീ ദാറ്റ് ഈസ് യൂണിവേഴ്സ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ സംസ്കൃതത്തിലല്ല. സംസ്കൃതത്തിൽ അതിൻ്റെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു മീനിങ് നമുക്ക് കാണിച്ചു തരികയാണ്. ജഗത്ത് എന്നുള്ള ശബ്ദത്തിന്റെ സംസ്കൃതത്തിൽ അർത്ഥം വെച്ചിരിക്കുന്നത് ജായതേ ഗച്ഛതി തിഷ്ഠതി ഇതി ജഗത് ഏവ. ഈ ശബ്ദത്തിന് ഇങ്ങനെയൊരു അർത്ഥം നിങ്ങൾക്ക് വേറൊരു ഭാഷയിൽ കാണാൻ സാധ്യമല്ല. ജായതി എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് ഇസ് ബോൺ, ദാറ്റ് വിച്ച് ഇസ് മാനിഫെസ്റ്റഡ് എന്നാണ്. ഏതൊന്ന് പ്രകടമായിട്ടുണ്ടോ അതിനെയാണ് ജായതി. ജ എന്ന് പറഞ്ഞാൽ ജനിക്കുക എന്നാണ്. നോക്കൂ, നിങ്ങൾ സംസ്കൃത ശബ്ദങ്ങൾ അങ്ങനെയാണ് വരുന്നത്. പങ്കജം എന്ന് പേര് പറയുമ്പോൾ പങ്കത്തിൽ നിന്നും ജനിക്കുക, ജ. പങ്കജം, പങ്ക ചളി, അതിൽ നിന്നും ജനിച്ചത് താമര. അപ്പൊ ശബ്ദത്തിനൊരു അർത്ഥമുണ്ട്. ഇതേപോലെയാണ് ജ എന്നുള്ളതിന് ജനിച്ചതാണ്, പ്രകടമായതാണ്. ഗ എന്നുള്ള ശബ്ദത്തിന് ഗച്ഛതി. ഗച്ഛ എന്ന് പറഞ്ഞാൽ പോകുന്നതാണ്, എന്ന് പറഞ്ഞാൽ മറഞ്ഞു പോകുന്നതാണ്, അലിഞ്ഞു പോകുന്നതാണ്. ത തിഷ്ഠതി. തിഷ്ഠതി എന്ന് പറഞ്ഞാൽ തിഷ്ഠ എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നർത്ഥം. അതായത് ജനിച്ച് നിലനിന്ന് ഒഴുകി അവസാനം മറിഞ്ഞു പോവുക. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ഒഴുകുക എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളത്തെ അല്ല ഉദ്ദേശിച്ചത്. ഇവിടെ നമ്മൾ കാണുന്നില്ല ഒഴുക്കിനെ, നിങ്ങൾ കാണുന്നതൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ വേദാന്ത ഭാഷയിൽ സംസാരം എന്ന് പറഞ്ഞത്. സംസരതി ഇതി സംസാര. സാൻസ്ക്രിറ്റിന് അതാണ് ഒരു ഭംഗി. സംസരതി, സരതി പറഞ്ഞാൽ ഒഴുകുക എന്നർത്ഥം. ദാറ്റ് വിച്ച് ഫ്ലോസ്, ഒഴുകുന്നതാണ് സംസാരം. ഈ കാണുന്നതൊക്കെ എന്താണ്? ജഗത്താണ്. എവിടുന്ന് വന്നു ഈ ജഗത്ത്? ഇവിടെയാണ് മറ്റ് മതങ്ങളിൽ നിന്ന് ഭാരതീയ സംസ്കാരം വളരെ വ്യത്യസ്തമാകുന്നത്. മറ്റ് മതങ്ങളൊക്കെ, നിങ്ങളും ഈ വാക്കറിയാതെ ഉപയോഗിക്കാറുണ്ട്, ഈശ്വരൻ എന്ന് പറയുന്നത് സൃഷ്ടാവാണ് എന്നുള്ളത്. ഈ പ്രപഞ്ചം ആര് സൃഷ്ടിച്ചു? ഭഗവാൻ സൃഷ്ടിച്ചു എന്നുള്ളത്. എല്ലാ സൃഷ്ടികളും ആരുടെ തലയിലാണ് വെച്ചു കൊടുക്കുന്നത്? ഭഗവാന്റെ തലയിലാണ്. രാമായണത്തിൽ അത് കംപ്ലീറ്റ്ലി റെഫ്യൂട്ട് ചെയ്യാണ്, നിഷേധിക്കുകയാണ്. ബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിടാമുള്ള വണ്ണം നിന്നോട് ഞാൻ മൂലപ്രകൃതിയായതടോ എന്നുടെ പതിയായ പരമാത്മാവുതന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. ശ്രദ്ധിക്കണേ, ഈ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. എന്നുടെ പതിയായ പരമാത്മാവുതന്റെ സന്നിധി മാത്രം കൊണ്ടു ആര് സൃഷ്ടിക്കുന്നു? രാമൻ സൃഷ്ടിക്കുന്നു. പരമാത്മാവല്ല സൃഷ്ടിക്കുന്നത്. ഞാനെന്ന് പറയുന്നത്, ഇവിടെ സീതാദേവി ഞാനെന്ന് പറയുന്നത് മൂലപ്രകൃതി ആയതടോ. അപ്പൊ പ്രകൃതിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. എന്നിട്ട് പറയാണ് തൽ സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമായവയെല്ലാം ത്വൽ സ്വരൂപത്തിലാക്കിയിടുന്നു അബുധജനം. അബുധജനം എന്നാണ് ശരിക്ക്. വിവേകമില്ലാത്തവർ പറയുന്നു ഭഗവാനാണ് സൃഷ്ടാവ്. ഈ മതങ്ങളൊക്കെ ഈശ്വരനെ സൃഷ്ടാവാക്കി വെച്ചു. അതാണ് ഏറ്റവും വലിയൊരു കുഴപ്പമുണ്ടായത്. എല്ലാ മതങ്ങളും ചെയ്ത ഏറ്റവും വലിയൊരു ക്രൂരത ദൈവത്തിനെ
സൃഷ്ടാവാക്കി വെച്ചു. ഭാരതീയ ഋഷീശ്വരന്മാർ പറയണു ദൈവമല്ല സൃഷ്ടിക്കുന്നത്. ലോകം മുഴുവൻ അങ്ങനെ ഒരു അബദ്ധത്തിലാണ് നിൽക്കുന്നത്. ദൈവം, അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ദൈവത്തിനെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാക്കി വെച്ചിരിക്കുകയാണ്. ഒരു റോങ് കൺസെപ്ഷൻ ഓഫ് സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമ്മുടെ ഭാരതീയ ഋഷീശ്വരന്മാർ ഇതിനെ റെഫ്യൂട്ട് ചെയ്യാണ്. ദൈവം സൃഷ്ടാവല്ല, ദൈവമല്ല സൃഷ്ടിക്കപ്പെടുന്നത്, ദൈവമല്ല സൃഷ്ടിക്കുന്നത്. ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാവണം. ഇത് കൺഫേം ചെയ്യാൻ നമുക്കൊരു ശ്ലോകം കൂടി കണ്ടിട്ട് ഞാൻ അതിന്റെ തത്വത്തിലേക്ക് കടക്കാം. മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം ഹേതുനാനേന കൗന്തേയ ജഗദ്വിപരിവർത്തതേ. മയാ അധ്യക്ഷേണ പ്രകൃതി. മയാ അധ്യക്ഷേണ. നിങ്ങൾ രാമായണം അതൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ. സീതാദേവി പറയുന്നത് പരമാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞാനാണ്, പ്രകൃതിയായ ഞാനാണ് എല്ലാം സൃഷ്ടിക്കുന്നത് എന്ന്. അത് തന്നെയാണ് ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ. സൂയത്തെ എന്ന് പറഞ്ഞാൽ പ്രസൂയത്തെ, പ്രസവിക്കുന്നു എന്നർത്ഥം. സചരാചരം. ഈ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കണം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സൃഷ്ടി എന്നുള്ളത്? സൃഷ്ടി എന്ന ശബ്ദം നമ്മുടെ ഋഷീശ്വരന്മാർ ഉപയോഗിക്കുന്നത്, അതിനെ ഭാഷ അവരുപയോഗിച്ചത് പ്രകടമാവുക എന്നാണ്. സൃഷ്ടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഇല്ലാത്ത ഒന്ന് ഉണ്ടാവുന്നതാണ് സൃഷ്ടി എന്ന് പറയുന്നത്. നേരത്തെ ഇല്ലാത്ത ഒന്ന് ഉണ്ടാകുമ്പോഴാണ് സൃഷ്ടി. പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ പ്രപഞ്ചം, ശ്രദ്ധിക്കൂ നിങ്ങൾ, ഈ പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം നേരത്തെ ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ എവിടുന്ന് സൃഷ്ടിച്ചു, എങ്ങനെ സൃഷ്ടിച്ചു, എന്തിന് സൃഷ്ടിച്ചു? ഇപ്പൊ നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ദൈവം എന്ന് പറയുന്ന പക്ഷാഭേദമുള്ള ആളായിത്തീരും, പാർഷ്യാലിറ്റി ഉള്ള ആളായിത്തീരും. കാരണം ഒരാളെ പൂറായിട്ടും ഒരാളെ റിച്ചായിട്ടും, ഒരാളെ ക്രിപ്പിൾഡായിട്ടും ഒരാളെ ഫുൾ അംഗങ്ങൾ ഉള്ളതായിട്ടും, ഇതൊക്കെ ആരുടെ തലയിലിടും? അപ്പൊ ദൈവത്തിന് പാർഷ്യാലിറ്റി ഉള്ളതുപോലെ തോന്നും. ആണോ? നേരത്തെ ഉണ്ടായിരുന്നില്ല, സൃഷ്ടിച്ചതാണ്. സൃഷ്ടിച്ചപ്പോ ദൈവം ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചു. എന്തിനിങ്ങനെ സൃഷ്ടിച്ചു വെച്ചു കഴിഞ്ഞാൽ ഈ മതങ്ങൾ അവിടെയാണ് കൺഫ്യൂഷൻ ആയത്. അതുകൊണ്ട് അവർ പറഞ്ഞു ഡോണ്ട് ക്വസ്റ്റ്യൻ എന്നാണ്. ദൈവത്തിന്റെ പ്രവൃത്തിയെ ആരും ചോദ്യം ചെയ്യും. കാരണം ചോദ്യം ചെയ്യരുതെന്ന് പറയാൻ കാരണം അതിന് ഉത്തരം അവർക്ക് അറിയില്ല എന്നതാണ്. ദാറ്റ് ഈസ് എ റിയാലിറ്റി. അപ്പൊ അവർക്ക് ഉത്തരം അറിയാത്തൊരു ഏരിയയിൽ ചോദ്യം ചോദിക്കാൻ അവര് സമ്മതിക്കില്ല. ഇപ്പൊ രണ്ട് ക്രൂരതകൾ മതങ്ങൾ ചെയ്തു. ഒന്ന്, ദൈവത്തെ സൃഷ്ടാവാക്കി വെച്ചു. രണ്ടാമത്, ദൈവത്തെ റിവാർഡ് കൊടുക്കുന്നവനാക്കി വെച്ചു. നിങ്ങൾ നല്ല പ്രവൃത്തി ചെയ്താൽ നിങ്ങൾക്ക് ദൈവം റിവാർഡ് തരും. അതുകൊണ്ടാണ് അവര് പ്രൊമോട്ട് ചെയ്യുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം കാത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ ദൈവം നിങ്ങളെ എങ്ങോട്ട് അയക്കും? നിങ്ങളുടെ വിസയും പാസ്പോർട്ടും ഒക്കെ ആര് നോക്കിക്കോളും? ദൈവം. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളും സ്വർഗത്തിൽ. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കും. ഇപ്പൊ രണ്ട് ക്രൂരതകൾ അവർ ചെയ്തു. ഒന്ന്, ദൈവത്തെ സൃഷ്ടാവാക്കി വെച്ചു. രണ്ടാമത്തെ, ദൈവത്തെ കർമ്മഫലങ്ങൾ കൊടുക്കുന്ന ആളാക്കി വെച്ചു. ഒരാള് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം ദൈവം കൊടുക്കുന്നു എന്നുള്ളത്. ഭാരതീയ സംസ്കാരം ഇത് രണ്ടും നിഷേധിക്കുകയാണ്. ദൈവം സൃഷ്ടാവുമല്ല, ദൈവം ആർക്കും ഒരു കർമ്മഫലവും കൊടുക്കുന്നില്ല. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷോസ്തി ന പ്രിയ ഏ ഭജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. സമ അഹം, അവിടെ നിന്നാണ് ഭഗവാൻ തുടങ്ങുന്നത്. അഹം സമ, ഞാൻ എല്ലാവരിലും സമമാണ്. അപ്പൊ നോക്കൂ, ഭഗവാൻ അവിടെ തന്നെ ഈ വാക്കെടുത്ത് കളഞ്ഞു, പാർഷ്യാലിറ്റി എന്നുള്ളത്. ഞാൻ ആരിലും കൂടുതലുമില്ല, ഞാൻ ആരിലും കുറവുമില്ല. സർവഭൂതേഷു അഹം സമ നമേ ദ്വേഷം നമേ പ്രിയം ന അസ്തി. എനിക്ക് ആരോടും പ്രിയവുമില്ല, ആരോടും
ദേഷ്യവുമില്ല. അപ്പോ ഭഗവാനല്ല അവാർഡ് തരുന്നത് എന്നർത്ഥം. നിങ്ങൾ പ്രീതിപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി ചെയ്താലും ഭഗവാൻ ഒരിക്കലും പ്രീതിപ്പെടാൻ പോകുന്നില്ല. നിങ്ങളൊരു അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്തതുകൊണ്ട് ഭഗവാൻ നിങ്ങളോട് പ്രത്യേകിച്ച് യാതൊരു തരത്തിലും പ്രീതിപ്പെടാൻ പോകുന്നില്ല. നോക്കുക, പണം ലാഭം ഇല്ല ഇപ്പൊ നിങ്ങൾക്ക്. നമേ ദ്വേഷം നമേ പ്രിയം. നിങ്ങൾ വഴിപാട് ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ട് ഭഗവാന് നിങ്ങളോട് യാതൊരു ദേഷ്യവുമില്ല. എത്ര പണം ഞാൻ ലാഭിച്ചു തരണം നോക്കൂ നിങ്ങൾക്ക്. ഒരു തരത്തിലും ദൈവത്തിന് ഭഗവാന് നിങ്ങളോട് പ്രിയവുമില്ല. നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഭണ്ഡാരത്തിലിടുമ്പോൾ ഒന്ന് കാണിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ, ദൈവമേ കണ്ടോളൂട്ടോ എന്ന്. കൃഷ്ണൻ ഗീതയിൽ വളരെ, ഭാഗവത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ വഴിപാടുകൾ ചെയ്യുന്നവർ, നിങ്ങളൊക്കെ വഴിപാട് ചെയ്യാറില്ലേ? ചെയ്യാറില്ലേ? വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആരാണോ വഴിപാടുകൾ ചെയ്യുന്നത് അവരൊക്കെ ഭാഗ്യം കെട്ടവരാണെന്ന്. തമാശയില്ല, ഭാഗവത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വളരെ ക്ലിയർ ആണത്. ഞാൻ പറയുന്ന ശ്ലോകം ഉണ്ടോ നോക്കൂ നിങ്ങൾ ഭാഗവത്തിൽ. എനിക്കെന്തിനാ നിങ്ങളോട് നുണ പറയേണ്ട കാര്യം? ഭാഗവത്തിൽ ഇത് വരുന്നത് രുക്മിണി ദേവിയുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്, കൃഷ്ണനും രുക്മിണി ദേവിയും. 10ാമത്തെ സ്കന്ധത്തില് 60ാമത്തെ അധ്യായത്തില് 53ാമത്തെ ശ്ലോകം. മാം പ്രാപ്യമാനിന്യപവർഗ സമ്പദം വാഞ്ചന്തിയേ സമ്പദയേവ സത്പദിം തേ മന്ദഭാഗ്യ നിരയേപിയേ നൃണാം മാത്രാത്മകത്വാൽ നിരയസ്വ സംഗമ. മാം പ്രാപ്യ മീൻസ് എന്നെ പ്രാപിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. എന്നോട് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്, എന്നെ പ്രാപിക്കാൻ. മാം പ്രാപ്യ അപവർഗ സമ്പദം. അപവർഗം എന്ന് പറഞ്ഞാൽ പവർഗങ്ങളെയൊക്കെ ഓവർകം ചെയ്യാനുള്ള, ട്രാൻസെൻഡ് ചെയ്യാനുള്ള. പവർഗം എന്ന് പറഞ്ഞാൽ പാപം, കർമ്മഫലം, ബന്ധനം, ഭയം, മരണം, ഇങ്ങനെയൊക്കെയാണ് അതിനർത്ഥം. ഇതിനെയൊക്കെ ട്രാൻസെൻഡ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്നും ഭഗവാനെ പ്രാപിക്കാനുള്ള എല്ലാ കഴിവും ഭാഗ്യവും നിങ്ങൾക്കുണ്ടെന്നും, അങ്ങനെയുള്ള നിങ്ങള് വാഞ്ചന്തിയെ, എൻ്റെ മുന്നിൽ വന്ന് കൈനീട്ടി എന്നോട് പ്രാർത്ഥിക്കുന്നു. സമ്പദയേവ സത്പദിം, സമ്പത്ത് തരൂ, കുടുംബ ഐശ്വര്യം തരൂ, അതിന് ഞാൻ ഈ മുട്ടറത്തോളം പുഷ്പാഞ്ജലി ചെയ്തോളാം എന്ന് പറയുമ്പോ തേ മന്ദഭാഗ്യ. തേ അവര് മന്ദഭാഗ്യ എന്ന് പറഞ്ഞാൽ മോശമല്ലേ ഭാഗ്യക്കെട്ടവരായിട്ട് ജീവിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ വഴിപാട് ചെയ്യുമ്പോൾ ഓർക്കണം കേട്ടോ. വഴിപാട് ചെയ്യുമ്പോഴൊക്കെ ഞാനൊരു ഭാഗ്യം കിട്ട ആളാവാം. കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഈ എന്താ പറയാ, വഴിപാടിലൂടെ ആവരുത് അമ്പലം നടക്കേണ്ടത്. നമ്മുടെ മനസ്സിന്റെ ഒരു അർപ്പണം, ഇത് നമ്മുടെ സംസ്കാരമാണ്, നമുക്ക് വേണ്ടതാണെന്നുള്ള ബോധത്തിൽ അത് കൊണ്ട് നടക്കണം. അങ്ങനെയുള്ള മനസ്സില്ലാതെ വന്നപ്പോഴാണ് അത് വഴിപാടിലേക്ക് തിരിഞ്ഞ. അപ്പൊ പിന്നെ നിങ്ങൾ ഈ വഴിപാട് നടത്തിക്കഴിഞ്ഞാൽ കൃഷ്ണൻ ഇത്ര അനുഗ്രഹിക്കും, പാൽപ്പായസം ഇത്ര കഴിച്ചു കഴിഞ്ഞാൽ ഇത്ര അനുഗ്രഹിക്കും. ഈ ഭഗവാന്റെ അനുഗ്രഹം ഈ പണത്തിന്റെ ലിസ്റ്റ് പ്രകാരമായി പോയി. അപ്പൊ ആളുകൾ നോക്കും ഏറ്റവും വലിയ വഴിപാട്. അങ്ങനെയാണ് ഈ ശബരിമലയിലൊക്കെ പോകുമ്പോണ്ടല്ലോ, വലിയ വെടി. ചെറിയ വെടിയിലൊന്നും ഏൽക്കില്ല, വലിയ വെടി, വലിയ ഗുരുതി. ചോറ്റാരിക്കരെ പോയി നോക്കൂ നിങ്ങൾ, ചെറിയ ഗുരുതിയുണ്ട്. അമ്മ ഒന്ന് ഇളകണമെങ്കിൽ അമ്മയ്ക്ക് എന്താ വട്ട് പിടിച്ചിരിക്കുന്നുണ്ട് അവിടെ. അമ്മയെ ഇളക്കാൻ എനിക്ക് മനസ്സിലാവില്ല, ഇളകും അവിടെ വേറെ ചില ആളുകളൊക്കെ. ഈ ഗുരുതി സമയത്ത് നിങ്ങൾ പോയി നോക്കൂ. ഞാൻ ഒരിക്കലും അവിടെ പോയിട്ടുണ്ടല്ലോ, ഞാൻ ഇനി അവിടെ പോയില്ല എന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് തോന്നുന്നു, എനിക്കിപ്പോഴും എൻ്റെ മെമ്മറിയിൽ നിന്ന് അത് പോയിട്ടില്ല. ഒരു സ്ത്രീ എൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു തുള്ളൽ തുള്ളിയിട്ടുണ്ട്. ഈശ്വര, എനിക്ക് മനസ്സിലായില്ല ഇവരെന്തിനാ തുള്ളണത് എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം ഇതാണ്, നിങ്ങൾ വഴിപാടുകൾ നടത്തി പ്രീതിപ്പെടുന്നു ദൈവമെങ്കിൽ ആ ദൈവത്തിനെ പോലെ ഇത്ര കൺഫ്യൂഷനുള്ള ഒരാൾ ലോകത്തിലുണ്ടാവില്ല. കാരണം ഒരു 10 പേര് 10 വഴിപാട് നടത്തിക്കഴിഞ്ഞാൽ ദൈവം എത്ര കണ്ണോട് നോക്കണം, എത്ര പൈസ ഉണ്ട്, എത്ര പൈസ ഉണ്ട് നോക്കുന്ന. നിങ്ങൾ ഒരാളുടെ 10 രൂപ, ഒരാളുടെ 20 രൂപ, ഒരാളുടെ 50 രൂപ, ഒരാളുടെ ദൈവം ഏറ്റവും കൂടുതൽ കണ്ണു തുറക്കുക ആരുടെ നേരെയായിരിക്കും? 100 രൂപ. ബാക്കിയുള്ളവരൊക്കെ പോയില്ലേ കഴിഞ്ഞു എന്നുള്ളത്.